നമസ്കാരം. നമ്മുടെ ദൈനംദിന പത്രത്തിൽ ദിവസവും വരുന്ന പത്രങ്ങളിൽ നിരവധി കാർട്ടൂണുകൾ വരാറുണ്ട്. ആ കാർട്ടൂണുകൾ പലപ്പോഴും നമ്മളെ വളരെ വിശാലമായിട്ട് ചിന്തിപ്പിക്കും. കാരണം ഒരു പേജിൽ ഒതുക്കേണ്ട വാർത്ത 2 വരകളിൽ ഒതുക്കുന്നു. അതാണ് കാർട്ടൂണിസ്റ്റുകളുടെ കഴിവ് എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ വന്ന ഒരു കാർട്ടൂണാണ്. ആ കാർട്ടൂൺ നിരവധി അതേ അർത്ഥമുള്ള അതേ ആശയം വിളമ്പുന്ന നിരവധി കാർട്ടൂണുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു കാർട്ടൂൺ ഞാനിതാ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നു, ഒന്ന് കാണുക. ഈ കാർട്ടൂൺ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് ഇനി ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ പൊതു സ്വഭാവം, ഇപ്പോഴത്തെ കേരളം എന്താണ്, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ എന്താണ് എന്ന് കാണിച്ചു തരുന്ന ഒരു കാർട്ടൂണാണത്. ഒരു പോലീസുകാരൻ കമിഴ്ന്ന് കിടക്കുന്നു. ആ പോലീസുകാരനെ മുതുകിൽ കയറുന്നുകൊണ്ട് ചുവന്ന ഉടുപ്പിട്ട അവൻ ഷൂസ് കൊണ്ട് ഒരു ആളിനെ ചവിട്ടുന്നു. വെള്ള മുണ്ടും ഷർട്ടും എടുത്ത ഒരാളിനെ ചവിട്ടുന്നു. അത് വെഞ്ഞാറമൂട്ടിലാണ് സംഭവിച്ചിരിക്കുന്നത് എന്നും അതിനകത്ത് പറയുന്നുണ്ട്. മതിയല്ലോ, എന്താണ് ഈ കേരളം, ഇപ്പോൾ എന്താണ് കേരളം എന്ന് വ്യക്തമാണ്. പോലീസ് വെറും മുട്ടിനെഴയുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു ഭരണകക്ഷിയുടെ. ഇത്രയധികം പോലീസ് ആക്ഷേപം കേട്ടിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ചിലപ്പോൾ ഇതിനേക്കാൾ അപ്പുറം ഉണ്ടായി അയക്കാം, പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമാണ്. അതാണ് ഈ കാർട്ടൂണിൽ കാണുന്നത്. കേരളത്തിൽ മുഴുവനും പാർട്ടി നേതൃത്വത്തിൽ അക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്, അക്രമം അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭരിക്കുന്ന പാർട്ടി പ്രവർത്തകർ, DYFI-കാരായിരുന്നാലും CPM-കാരായാലും അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. വെഞ്ഞാറമൂട്ടിൽ നടന്നത് കരുതൽ തടങ്കലിൽ ഇരുന്നവരെ പോലീസ് സ്റ്റേഷനിൽ കയറി CPM DYFI പ്രവർത്തകർ ആക്രമിച്ചതാണ്. അത് കേരളം മുഴുവനും ദേശീയ തലത്തിൽ പോലും അത് വലിയൊരു വാർത്തയായി, വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. കാരണം കരുതൽ തടങ്കൽ, പോലീസ് എന്തിനാണ് കരുതലിലെടുത്തത്? അത് മുഖ്യമന്ത്രി പോകുമ്പോൾ, മുഖ്യമന്ത്രിയുടെ രാജ എഴുന്നള്ളത്ത് പോകുമ്പോൾ ആ എഴുന്നള്ളത്തിനെതിരെ പ്രതിഷേധം നടത്തരുത്, അങ്ങനെ പ്രതിഷേധം നടത്തും എന്ന് സംശയിക്കുന്നവരെ മുഴുവനും നേരത്തെ വീട്ടിൽ പോയി പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടിരുത്തുക എന്നുള്ളതാണ് കരുതൽ തടങ്കൽ എന്ന് പറയുന്നത്. അങ്ങനെ കരുതൽ തടങ്കലിൽ ഇരുന്നവരെയും ആ കരുതൽ തടങ്കലിൽ ഇരുന്നവരെ കാണാൻ പോയ കോൺഗ്രസ് പ്രവർത്തകരെയുമാണ് ഈ പോലീസ് സ്റ്റേഷനകത്തു കയറി ഈ DYFI CPM-കാർ മർദ്ദിച്ചത്. അതാണ് നമ്മൾ ഈ കാർട്ടൂണിൽ കാണുന്നത്. അവിടെ പോലീസ് നിഷ്ക്രിയമാണ്. പോലീസ് മുട്ടിൽ ഇഴഞ്ഞ് അവിടെ കമന്നു കിടക്കുകയാണ്. പോലീസിന്റെ മുതുകിൽ കയറിയിരുന്നു കൊണ്ടാണ്, ആ മുതുകിനെ ഒരു കസേര പോലെ ഉപയോഗിച്ചുകൊണ്ടാണ് ചുവന്ന ഉടുപ്പിട്ട ഒരുത്തൻ ഈ ഷൂസ് കൊണ്ട് ഈ കോൺഗ്രസ്സുകാരൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന വെള്ളയിട്ട ഒരാളിനെ ചവിട്ടുന്നത്. ഇത് കേരളത്തിൽ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പോലീസ് സ്റ്റേഷനിൽ കയറി ആക്രമിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ വിഷയം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ കേരളത്തിലെ എമ്പാടും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. കാരണം ഈ ക്രമസമാധാന നില പാലിക്കേണ്ട, അത് ബാധ്യസ്ഥപ്പെട്ട ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത ഒരു മുഖ്യമന്ത്രി തൻ്റെ ഒരു സർക്കാർ പരിപാടിയാണ് ഈ യാത്ര എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ ആ യാത്രയെ സംരക്ഷിക്കേണ്ട ചുമതല പോലീസിനാണ് എന്നത് നിശ്ചയമാണ്. പോലീസ് തന്നെയാണ് ആ യാത്രയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ എതിർപ്പുകളോ എവിടെയെങ്കിലും ഉണ്ടായാൽ അതിനെ മുഴുവനും നിയന്ത്രിക്കേണ്ടത് പോലീസാണ്. കാരണം അതൊരു സർക്കാർ പരിപാടിയാണ്. ആ സർക്കാർ പരിപാടിയിൽ ഒരു പോലീസിനെ ഉപയോഗിക്കാതെ, അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിക്കുമ്പോൾ ആ പോലീസിൽ പരിപൂർണമായി വിശ്വാസമില്ലാതെ പാർട്ടി പ്രവർത്തകരോട് തയ്യാറായി ഇറങ്ങിക്കോളൂ, നിങ്ങൾ രക്ഷാപ്രവർത്തനമാണ് ചെയ്യുന്നത്, ഈ അക്രമങ്ങൾ തലയിൽ ചെടിച്ചിട്ട് കൊണ്ടടിക്കുന്നതും ഹെൽമറ്റ് കൊണ്ടടിക്കുന്നതും അതുപോലെ ലാത്തി കൊണ്ട് തലയ്ക്കടിച്ച് പൊട്ടിക്കുന്നതും മുതുകിൽ ചവിട്ടുന്നതും, അത് ഈ വികലാംഗനായാലും പ്രശ്നമില്ല മുതുകിൽ അവനെ ചവിട്ടി കൂട്ടുന്നതും ഒക്കെ പാർട്ടിക്കാർക്ക് വിട്ടുകൊടുത്തത് പ്രധാനമായിട്ടും ഈ മുഖ്യമന്ത്രിയാണ്. എപ്പോഴും മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു വ്യക്തിയെ കേരളത്തിന് മുഖ്യമന്ത്രിയായി കിട്ടിപ്പോയല്ലോ എന്ന പരിതാപത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ.